എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒരുപാട് ചർച്ചകളിലാണ്. ചിലർക്കൊക്കെ ഒഴിഞ്ഞു കിട്ടിയ സമയത്തിൽ കുറേ കഥകൾ പറയാനുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? അപ്പുറത്തും ഇപ്പുറത്തൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ തന്നെ ചുറ്റുമുള്ള ചെറിയ ചെറിയ കഥകളല്ലേ, അല്ലേ? അങ്ങനെ കുറേ കഥകൾ നിറഞ്ഞ ഒരു പുസ്തകമാണ് അലി സാറ് ഇന്ന് പ്രകാശനം ചെയ്തിട്ടുള്ളത്. അത്തരത്തിലൊരു പുസ്തകമാണ്. നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ കഥകളാണുള്ളത്. നമ്മളൊരു സുഹൃത്തിനെ കണ്ടാൽ നമ്മളെന്താ ആദ്യം പറയാ? എന്നോ പറയാൻ വെച്ചൊരു കഥയാണ് നമ്മൾ ആദ്യം പറയാം, അല്ലേ? നമുക്കൊക്കെ സംസാരിക്കാൻ എന്താ ഉള്ളത്? കുറേ അധികം കഥകളാണുള്ളത്. നമ്മളതിനെന്ത് പറയും? ജീവിതം എന്ന് പറയും. നമ്മളതിനെ ജീവിതം എന്ന് പറയും. ഞാൻ എപ്പോഴും സംസാരിക്കുന്ന സമയത്ത് പൊതുവെ ഈ ഔപചാരികത ഒഴിവാക്കല. നമ്മളെങ്ങനെ തുടങ്ങുക? പൊതുവെ ഒരു പ്രസംഗമൊക്കെ തുടങ്ങുമ്പോൾ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഇതെന്നെ കേട്ട് കേട്ട് നമുക്ക് തന്നെ മടുത്ത്. ഇപ്പൊ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് ശീലമായിട്ടുണ്ടോ? ഇയാൾ ഇതാണ് പറയാൻ പോകുന്നത്, ഇനി വരുന്ന ആൾ ഇതാണ് പറയാൻ പോകുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും നോക്കുക, എൻ്റെ മുമ്പിൽ ആരാ ഇരിക്കുന്നത്, ഒരു ഞാൻ പറയുന്നതിനെക്കാട്ടി നല്ല കഥ പറയുന്നുണ്ടോ എന്നുള്ളതാ. മുമ്പിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ പറയുന്നതിനെക്കാട്ടി നല്ല കഥ പറയുന്നുണ്ടോ എന്നുള്ള. ഇപ്പൊ നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ എന്നെക്കാട്ടി നല്ല കഥ പറയുന്ന കുറേ മനുഷ്യന്മാരെ കാണാൻ പറ്റും. കാരണം ഞാൻ പറയുന്നതിനെക്കാട്ടി നല്ല കഥ പറയാൻ പറ്റുന്ന ആൾക്കാർ അവിടെ ഇരിക്കുന്നോണ്ടാ. വേണേ നിങ്ങൾ ചുറ്റും നോക്കി നോക്കി, നിങ്ങളെ ചുറ്റും ഞാൻ പറയുന്നതിനെക്കാട്ടി നല്ല കഥ പറയുന്ന ആൾക്കാരുണ്ടാവും. ഉണ്ടാവും. അപ്പോ ഇന്നത്തെ ഒരു ദിവസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്ന് ശരിക്കും ഞാനല്ല താരം, AT അലി സാറാണ് താരം. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരുപാട് വർഷത്തെ അനുഭവങ്ങളും കഥകളും ജീവിതവും ഒക്കെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് വരാൻ ഒരുപാട് കാര്യങ്ങൾ തടസ്സങ്ങളുണ്ടായിരുന്നു. കാരണം ഇന്ന് രാവിലെ എനിക്കൊരു കൊടുവള്ളി ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 100-110 പിടിച്ചിട്ടാണ് ഞാൻ എൻ്റെ സുഹൃത്തും ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ക്ഷണം കൊണ്ടാണ്. അദ്ദേഹം ഞങ്ങളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങോട്ടെത്താൻ സമയമെടുത്തേക്കാം, നേരത്തിനെത്താൻ പറ്റലുണ്ടാവൂല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഒരു മനുഷ്യൻ നമ്മളെ പൊതിഞ്ഞിട്ട്, സ്നേഹം കൊണ്ട് പൊതിഞ്ഞിട്ട് വരണം, മോൻ വരണം, മോൻ വരണം എന്ന് പറയുമ്പോൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത കുറേ ക്ഷണങ്ങളുണ്ടാവും. അത്തരത്തിലൊരു ക്ഷണമാണ് എന്നെ ഇങ്ങോട്ട് എത്തിച്ചത്. ഇന്ന് ഈ ദിവസം ഈ ഒരു സന്ദർഭത്തിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ, ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മുടെ ഒരു പുതിയ സംഭവം ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട മനുഷ്യന്മാരൊക്കെ ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര വലിയ കാര്യമാണ്. കുറച്ച് നേരത്തെ വരെ ഇവിടെ മുഴുവൻ ആൾക്കാരായിരുന്നു. ഞാനിങ്ങനെ ആലോചിച്ചു, ആ സമയത്ത് ഞാൻ സംസാരിക്കണമായിരുന്നു എന്ന്. കാരണം കഥ പറയാൻ ആൾക്കാരെ കിട്ടുക എന്ന് പറഞ്ഞാണ്ടല്ലോ, അത് ചെറിയ കാര്യമൊന്നുമല്ല. നമ്മളെ കഥ ഇങ്ങനെ കേൾക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ എന്ത് രസമാണ്. എനിക്കിവിടെ വരുമ്പോഴേ എനിക്ക് തന്ന വിഷയം എന്തായിരുന്നു എന്നറിയോ? യുവതലമുറ വായിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ യുവതലമുറയുടെ വായന അറ്റുപോയോ എന്നൊക്കെയാണ്. പക്ഷെ സത്യം പറയാലോ, ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ എഴുതി വരുന്ന ആളാണ്. എൻ്റെ ഒരു പുസ്തകം ഖദീജ എന്ന് പറയുന്ന പുസ്തകം 1,00,000-ഓളം കോപ്പികൾ വിറ്റഴിഞ്ഞും ചെയ്തു കഴിഞ്ഞൊരു വർഷം കൊണ്ട്. ഖദീജ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇവിടെ എല്ലാവർക്കും ഖദീജ എന്ന് പറഞ്ഞിട്ടുള്ള പേര് ഓർമ്മ ഉണ്ടാവും. ഖദീജ എന്ന് പറഞ്ഞിട്ടുള്ള പേര് എല്ലാവർക്കും അറിയുന്ന പേരായിരിക്കും, അല്ലേ? പൊതുവെ എന്തുകൊണ്ടാണ് അറിയുന്നത്? ഇസ്ലാമിൽ ഖദീജ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വനിതയുണ്ട്. ഇസ്ലാമിൽ എത്രത്തോളം പ്രാധാന്യമുള്ള വനിതയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഖദീജ എന്ന് പറഞ്ഞിട്ടുള്ള പേര് ഓർമ്മയുണ്ടാവും. ഈ പുസ്തകം ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയച്ചു. അയാളുടെ സുഹൃത്ത്, അതൊരു പെൺകുട്ടിയാണേ. അവള് എൻ്റെ പുസ്തകം ഇറങ്ങുന്നത് നോമ്പിന്റെ സമയത്താണ്. അപ്പൊ നോമ്പൊക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങനത്തെ ചെയ്യാം. റമദാൻ മാസം ആകുമ്പോൾ നമ്മളെല്ലാവരും ഒന്ന് നന്നാവാൻ നോക്കും, അല്ലേ? നമ്മൾ ഖുർആനൊക്കെ പാരായണം ചെയ്യും, നിസ്കാരത്തിലൊക്കെ കൂടുതൽ സൂക്ഷ്മത വരുത്തും, അങ്ങനെ ചരിത്രമൊക്കെ വായിക്കും, ഇങ്ങനെയല്ലേ ഉണ്ടാവുക. അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്ത് അവൾ നന്നാകാൻ വേണ്ടിയിട്ട് വാങ്ങിയിരുന്ന പുസ്തകം എൻ്റെ ഖദീജയായിരുന്നു. അവൾ വിചാരിച്ചത് ഇത് ഖദീജ റളിയല്ലാഹുവിൻ്റെ പുസ്തകമാണെന്നുള്ള. എന്നിട്ട് ഇവൻ എന്നെ വിളിച്ചിട്ട് പറയാ, എടാ നസീഫെ, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു മൊയന്ത്, ഓള് എൻ്റെ പുസ്തകം നന്നാക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവൻ സ്റ്റോറി ഇട്ടപ്പോഴാണ്
ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം നമ്മൾ അറിയുന്നത്. അങ്ങനെ ആളുകൾ പുസ്തകം പല രീതിയിൽ വായിക്കുന്നവരുണ്ടാവും. നമ്മൾ എന്തിനു പുസ്തകം വായിക്കണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ബെന്യാമിൻ എല്ലാവർക്കും അറിയോ? ആടുജീവിതം അറിയോ? ആടുജീവിതം ഒരു പ്രവാസ കഥയാണ്. ആടുജീവിതം എന്ന് പറഞ്ഞാൽ ഇപ്പം അടുത്ത സിനിമയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഒരു കാലത്ത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റ് കഴിഞ്ഞ പുസ്തകം ആടുജീവിതമാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെ നമുക്കെന്തായിരിക്കും? വെറും കെട്ടുകഥകളായിരിക്കും. നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെ നമുക്ക് കെട്ടുകഥകളായിരിക്കുന്നത്. ഈ നമ്മുടെ നാട്ടിലെ സന്തോഷ് എച്ചിക്കാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയാണ്, ബിരിയാണി എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. നമുക്ക് അതിലൊരു കഥ പറഞ്ഞാണ്ട് എനിക്ക് തോന്നുന്നു ആ ഒരു കഥ പറയലായിരിക്കും ഞാൻ ഇന്നത്തെ ദിവസം വരുമ്പോൾ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു സംഭവം എന്നുള്ളത്. കാരണം നിങ്ങൾ അനുഭവിക്കാത്ത ഒരു കാര്യം പറഞ്ഞു തരല്ലേ. അപ്പോൾ കഥ എങ്ങനെയാണ്? സൗണ്ട് കൂടുതലുണ്ടോ? എനിക്ക് ഇവിടുന്ന് കുറച്ച് സൗണ്ട് കൂടുതൽ കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, ആ കഥ എങ്ങനെയാണ്? ഒരു നാട്ടിൽ ഒരു കലന്തൻ ഹാജി ഉണ്ടായിരുന്നു. കലന്തൻ ഹാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പെര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെര എന്ന് പറയൂല, കൊട്ടാരം എന്ന് കണക്കെ പറയുന്ന ഒരു വീടായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹം നാട്ടിലെ പ്രമാണിയാണെന്ന് മാത്രമല്ല, ആ നാട്ടിലെ ഏറ്റവും വലിയ കുടുംബത്തിലെ വലിയ ആളായിരുന്നു കലന്തൻ ഹാജി. പേര് ഓർത്തച്ചോളട്ടോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കുറച്ച് പഴയ കഥയാണ്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കല്യാണം നടക്കുന്നുണ്ട്. പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ അത്യാവശ്യം പൈസയുള്ള ആളുകളുടെ വീട്ടിലൊക്കെ കല്യാണം നടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അവിടെ ഉണ്ടാകുന്ന സജ്ജീകരണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടും അല്ലേ? ഒരു കല്യാണം നടക്കുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ ഒരു കഥ എങ്ങനെയായിരുന്നു? നാട്ടിൽ പറയുന്നത് ഇതായിരുന്നു, കല്യാണത്തിന് കുഴിമന്തി ഉണ്ട് എന്നാണ് പറയണത്. കല്യാണത്തിന് കുഴിമന്തി ഉണ്ട് എന്നാണ് പറയണത്. പോരാത്തതിന് ബിരിയാണി ഉണ്ട്. വെറും ബിരിയാണി അല്ല, ബസ്മതി അരി കൊണ്ടുള്ള ബിരിയാണി ഉണ്ട്. ബസ്മതി അരിൻ്റെ പ്രത്യേകത ഇപ്പം ഞാൻ നിങ്ങളോട് ആരോടും പറഞ്ഞില്ല. പ്രായം കൊണ്ട് ഇനിങ്ങോട്ടും പ്രായം കൂടുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഇനിയായിട്ട് ചെറുപ്പമുള്ള നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അറിയുന്നുണ്ടാവും ബസ്മതി അരിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അവർ പറയുന്നുണ്ട്, അന്നത്തെ കാലത്ത് ബസ്മതി അരി എല്ലാവർക്കും കിട്ടൂല, കാരണം അത്യാവശ്യം പൈസ ഉണ്ട്. കുറച്ച് പഴയ കാലം. അപ്പോൾ ഒരാൾ പറയുന്നുണ്ട്, പണ്ട് ഞാൻ കഴിച്ച ബസ്മതി അരിയുടെ മണം എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല എന്ന്. അപ്പോൾ കലന്തൻ ഹാജീൻ്റെ വീട്ടിലെ കല്യാണം നടക്കുകയാണ്. ഒരുപാട് പേര് വരുന്നുണ്ട്, 10,000-കണക്കിന് ആളുകൾ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, നല്ല അഭിപ്രായം പറയുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോൾ കല്യാണത്തിന് ഒരുപാട് വേസ്റ്റ് ഉണ്ട്. കല്യാണത്തിന് ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ വേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുഴിച്ചു മൂടാൻ വേണ്ടിയിട്ട് അവരെ ഒരു ഗോപാൽ യാദവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബംഗാളിനെ വിളിക്കുന്നുണ്ട്. ഗോപാൽ യാദവ് എന്നാണ് അയാളുടെ പേര്. കാരണം അദ്ദേഹം വലിയൊരു കുഴി വെട്ടി ഈ ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ കുഴിച്ചു മൂടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കലന്തൻ ഹാജി ഈ ഗോപാൽ യാദവിനെ ഏൽപ്പിക്കുന്നത് തൻ്റെ ചെറുമകനായിട്ടുള്ള സിനാനാണ്. സിനാനോടാണ് പറയുന്നത് എന്ത്, ഈ ഗോപാൽ യാദവിനെ നോക്കണം, അതൊക്കെ മൂടണം എന്നുള്ളത്. അങ്ങനെ ഭക്ഷണമൊക്കെ വേസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് അദ്ദേഹം വലിയൊരു കുഴി ഉണ്ടാക്കി അതിലേക്ക് ഈ വേസ്റ്റുകളൊക്കെ ഇങ്ങനെ തള്ളിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് സിനാനാണെങ്കിൽ ബോറടിച്ച് നിൽക്കുകയാണ്. സിനാൻ ഇദ്ദേഹത്തോട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ബീഹാറിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. ബീഹാറിൽ എവിടെയാണ് നിങ്ങളുടെ സ്ഥലം? സിനാൻ അറിയൊന്നുമില്ല. എന്നാലും സിനാൻ ചോദിക്കും. നമ്മൾ ചോദിക്കുമല്ലോ, അമേരിക്കയിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ എവിടെയാണ് നമുക്ക് അറിഞ്ഞിട്ടൊന്നുമല്ല, എന്നാലും ചോദിക്കും. ദുബായിൽ എവിടെയെന്ന് വെച്ചാൽ ദുബായിൽ എവിടെയാണെന്ന് നമ്മൾ ചോദിക്കും, നമുക്ക് അറിയൊന്നും വേണ്ട. അപ്പം അദ്ദേഹം പറയും, ലാൽമാത്തിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജീവിച്ചിരുന്നത്, എൻ്റെ സ്ഥലം അവിടെയായിരുന്നു എന്ന് പറഞ്ഞു. എത്ര വർഷമായി കേരളത്തിൽ വന്നിട്ടെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, 12 വർഷമായി ഞാൻ കേരളത്തിൽ വന്നിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആദ്യം ഒരു ചെമ്പ്, പൊട്ടിക്കാത്തൊരു ചെമ്പ് ബിരിയാണി, ബസ്മതി അരിയുടെ ബിരിയാണി എന്ത് ചെയ്യുന്നുണ്ട്, അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പം അദ്ദേഹം ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആളുകളേക്കാൾ കൂടുതൽ ചോറുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ എക്സ്ട്രാ നമ്മൾ ചോറ് വെക്കും. കല്യാണത്തിനൊക്കെ ആകുമ്പോൾ ചോറ്, വലിയ കല്യാണങ്ങളാകുമ്പോൾ നമ്മൾ എക്സ്ട്രാ ചോറ് വെക്കും, അല്ലെങ്കിൽ ചോറില്ലെങ്കിൽ മോശമാണ്. അങ്ങനെ ഇനി ഈ ചോറ് ആർക്കും കൊടുക്കാൻ പറ്റൂല, വന്ന് എല്ലാവരും കഴിച്ചു കഴിഞ്ഞു, നമുക്കിത് കുഴിയിലിട്ട് മൂടാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആ ഒരു ചെമ്പിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അവരെല്ലാവരും കൂടിയിട്ട് ആദ്യത്തെ ചെമ്പ് ചോറ്, വലിയൊരു ചെമ്പ് ചോറ് ആ കുഴിയിലേക്ക് ഇട്ടു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു,
എന്ത് ചെയ്തോ, ഒന്നൊന്ന് ചവിട്ടി അമർത്തി വെച്ചേക്ക്, 2 ചെമ്പ് ചോറും കൂടി വരാനുണ്ട് എന്ന് പറഞ്ഞു. പൊട്ടിക്കാതെ 2 ചെമ്പ് ചോറും കൂടിയും വരാനുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അത് സമ്മതിച്ചു. അദ്ദേഹം പ്രത്യേകിച്ച് ഒന്നും പറയുന്നൊന്നുമില്ല. അങ്ങനെ രണ്ടാമത്തെ 2 ചെമ്പും വന്നു. അദ്ദേഹം ഇങ്ങനെ ഈ 2 ചോറും അദ്ദേഹത്തിൻ്റെ കാല് കൊണ്ട് ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സിനാൻ വീണ്ടും ചോദിച്ചു, വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വീട്ടിലൊരു ഭാര്യയും മകളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഭാര്യയ്ക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഭാര്യ മരിച്ചു പോയി എന്ന് പറഞ്ഞു. മകളോ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ഇവനൊരു കുശലം ചോദിക്കുകയല്ലേ. അപ്പം സിനാൻ ചോദിച്ചു, മകളുടെ പേരെന്തായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ബസ്മതി എന്നായിരുന്നു മകളുടെ പേരെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ബസ്മതി എന്ന് പേരിട്ടത് എന്ന്. അവൾക്ക് ബസ്മതി അരി ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു. ഇയാളുടെ മകൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ചെമ്പ് മറിക്കുന്നുണ്ട്. അദ്ദേഹം ഈ ബിരിയാണി ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം സിനാൻ വീണ്ടും ചോദിച്ചു, മകൾ എന്താ ചെയ്യുന്നതെന്ന്. അപ്പം ഇദ്ദേഹം പറഞ്ഞു, മകള് മരിച്ചു, എൻ്റെ മകള് മരിച്ചു പോയി എന്ന് പറഞ്ഞു. അതായത് ബസ്മതി എന്നുള്ള പേരുള്ള അദ്ദേഹത്തിൻ്റെ മകള് 12 വർഷം മുമ്പ് മരിച്ചുപോയി. അപ്പം ഇത് കേട്ടപ്പം എല്ലാവരെയും പോലെ സിനാനും ഒന്ന് എന്ത് ചെയ്തു, ഒന്ന് സൈലൻ്റായി. അല്ലെങ്കിൽ മരണം കേൾക്കുമ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യും, ഒന്ന് നിശബ്ദരാവും. എന്നിട്ട് അദ്ദേഹം സിനാൻ ചോദിച്ചു, മരിക്കാനുള്ള കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചു. പട്ടിണി കടന്നിട്ടാണ് എൻ്റെ മകൾ മരിച്ചതെന്ന് പറഞ്ഞു. ഇത് പറയുമ്പോൾ അയാൾ സിനാൻ്റെ മുഖത്ത് നോക്കുന്നുണ്ടായിരുന്നില്ല. അയാൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ബിരിയാണി, ആ ബസുമതി അരിയിലേക്കായിരുന്നു അദ്ദേഹം നോക്കുന്നുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കാലെടുത്തിട്ട് അടുത്ത കാലം അദ്ദേഹത്തിന് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഇങ്ങനെ തളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. സിനാനൊന്നും പറയാനുണ്ടായിരുന്നില്ല. ആ കഥൻ്റെ പേരെന്താണെന്നറിയോ? ബിരിയാണി എന്നാ. സന്തോഷ് എച്ചിക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളെ എഴുതിയതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപം വേണമെങ്കിൽ വായിച്ചു നോക്കാം. ഒരു കഥക്ക് ഇപ്പം ഈ ഒരു കഥ ഞാൻ പറഞ്ഞു, ഇത് ഞാൻ അനുഭവിച്ചതാണോ? അല്ല. നിങ്ങൾ അനുഭവിച്ചതാണോ? അല്ല. നാളെ ഈ കഥ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവോ? ഉണ്ടാവോ? നിങ്ങളെ പറയണ്ടേ. ബസുമതി അരി കാണുമ്പോൾ ബസുമതി ആയിട്ടുള്ള ഒരു മകള് മരിച്ച ഗോപാൽ യാദവിന് ഓർമ്മ ഉണ്ടാവോ? അങ്ങനത്തെ ഒരുപാട് കഥകളുള്ളൊരു പുസ്തകമാണിത്. നമ്മൾ അനുഭവിക്കാത്ത എന്നാൽ നമ്മൾ അനുഭവിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് കഥകളല്ലേ. എന്നോട് അലി സാറ് പറഞ്ഞിരുന്നത് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നല്ല. ഈ കഥ ഞാൻ വായിച്ചതാ. നാളെ നിങ്ങൾക്ക് ഈ കഥ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാ? ഞാൻ വായിച്ചോണ്ടാ. ഇത് വായിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുപോലത്തെ ഒരു 100 കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇതാണ് വായനയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ അനുഭവിക്കാത്തൊരു കഥ അടുത്താൾക്ക് പറഞ്ഞു കൊടുക്കാം എന്നുള്ള. ഇതിലേറെ നന്നായിട്ട് എങ്ങനെ വായനയെ കുറിച്ച് പറഞ്ഞു തരുന്നത് എനിക്കറിയില്ല. കഥ ഇഷ്ടപ്പെട്ടിരുന്നു. എനിക്ക് പൊതുവെ സാഹിത്യപരമായിട്ട് സംസാരിക്കാൻ അറിയില്ല എന്ന് വിശ്വസിക്കുന്ന മനുഷ്യനാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വേദികളൊക്കെ അപ്പുറത്തേക്കും നമ്മളൊരു 10 ആൾ ഇരിക്കൂലേ, 10 ആൾ ഇരുന്നിട്ട് ചുറ്റും കഥ പറയൂലേ, അങ്ങനത്തെ കഥ പറച്ചിലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇപ്പൊ എനിക്കിപ്പോ ഉണ്ടല്ലോ, നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഞാൻ കുറെ ആളുകൾ കഥ പറയുന്ന കണ്ടിരുന്നു. ഇപ്പൊ നിങ്ങൾ ചുറ്റും നോക്കി ആരെങ്കിലും കഥ പറയുന്നുണ്ടോന്ന്? അതെന്തുകൊണ്ടാ? എൻ്റെ കഥ മോശമായതുകൊണ്ടാണോ? നിങ്ങളെ കഥ മോശമായതുകൊണ്ടാണോ? നിങ്ങളെക്കാൾ പുതിയൊരു കഥ എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ടാ. നാളെ ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ഇതിലേറെ നല്ല കഥ. ഇത് ശരിക്കും ഞാനിപ്പോഴും പറയുന്നു, അലിസാറിനെ ഇരുത്തി നിങ്ങൾ ഒരു 10 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിലൊരു 100 കഥ ഇതിലേറെ എഫക്റ്റായിട്ട് സാറിന് പറഞ്ഞുതരാൻ കഴിയുന്നുണ്ടാവും. എനിക്ക് ഇവിടെ വന്ന് ഞാനിങ്ങനെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഗോപാൽ യാദവിനെ ഓർമ്മ വന്ന് ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഒരു വേദിയിൽ നിൽക്കാൻ പറ്റുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളോട് എല്ലാവരും സംസാരിക്കാൻ പറ്റിയതിലും. എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് മാറഞ്ചേരി വരുന്നത്. അത് എൻ്റെ ആദ്യത്തെ വരവ് അലിസാറിൻ്റെ പേരിലായിരിക്കട്ടെ. എന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയിട്ട് ഒരുപാട് സന്തോഷം. ഞാനൊരു ചെറിയ പുസ്തകം എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. പുസ്തകം വായിച്ചവരോട് ചോദിക്കുക എങ്ങനെയുണ്ട് പുസ്തകം എന്നുള്ളത്. നിങ്ങളെല്ലാവരും വായിക്കുക. അതും ഇതുപോലെ ചെറിയൊരു ഖദീജയുടെയും അബൂക്കയുടെയും ആയിഷൻ്റെയൊക്കെ കഥയാണ്. ഒരു ചെറിയൊരു കുൽസും വരുന്നുണ്ട്.
വസൂരിയൊക്കെ ഉള്ള കാലത്തെ കഥയാണ്. കൂടുതൽ വായിച്ചിട്ടുള്ളത് ചെറുപ്പക്കാരാണെന്ന് തോന്നുന്നു. നിങ്ങൾ പൊതുവെ വായന ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണ് എൻ്റെ പുസ്തകം വായിപ്പിച്ച് വിജയിപ്പിച്ചത്. ഏകദേശം ഒരു 5-6 വർഷം മുമ്പ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരുന്ന ഒരു സാധനമാണ് യുവതലമുറ വായനയിലേക്കില്ല, പുതിയ ആളുകൾക്കൊക്കെ സ്ക്രോളിങ് മതിയെന്ന്. ആ കാലത്താണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് തുടങ്ങുന്നത്. പേജിൻ്റെ പേര് ചിതലുകൾ എന്നാണ്. അപ്പോൾ ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കും എന്താണ് ഈ ചിതലുകൾ എന്നുള്ള പേരിടാൻ കാരണം എന്ന്. അപ്പം ഞാൻ ഇത് നമ്മൾ സാഹിത്യപരമായിട്ടൊക്കെ പറയണല്ലോ. അപ്പം ഞാൻ പറയും മനുഷ്യന്മാരും അല്ലെങ്കിൽ ജീവികളും ഇനി എന്ത് സാധനം ആയിക്കോട്ടെ, മരക്കുറ്റിയാണെങ്കിൽ പോലും അവസാനം എടുക്കാൻ ചെല്ലുക ചിതലിൻ്റെ അടുത്തേക്കല്ല ചെല്ലുക, മണ്ണാണേൻ്റെ മുമ്പ്. അങ്ങനെ എല്ലാ സാധനവും പോയി തിന്നാൻ പറ്റുന്ന ഒരേ ഒരാൾ ചിതലാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഓർമ്മയും എൻ്റെ എഴുത്തിലുള്ള ചിതലുകളാണ് തിന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഒരു എഴുത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു കപ്പാസിറ്റി ഉണ്ട്. ഇപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കണ്ണടക്കുകയാണെങ്കിൽ ഞാനൊരു വരി പറയാം. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ണടക്കുമോ? എല്ലാവരും ഒന്ന് കണ്ണടക്കുകയാണെങ്കിൽ ഞാനൊരു വരി പറയാം. വരി ഇതാണ്, എല്ലാവരും ഒന്ന് കണ്ണടച്ചോളി. നമ്മളെല്ലാവരും വേദനിപ്പിക്കാൻ പറ്റുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യന്മാർക്കാണ്. നമ്മളെല്ലാവരും വേദനിപ്പിക്കാൻ പറ്റുന്നത് നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യന്മാർക്കാണ്. ഞാൻ എല്ലാവരും ഒന്ന് കണ്ണുറന്നോളി. ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരാളെ ഓർമ്മ വന്നോ? അല്ലേ? ആ ഇഷ്ടപ്പെട്ട മനുഷ്യനെ ഓർമ്മ വന്നില്ലേ? ശരിക്ക് ആ ഒരു മനുഷ്യൻ ആരായിരിക്കാം? ഭർത്താവായിരിക്കാം, മകനായിരിക്കാം, മകളായിരിക്കാം, ഭാര്യയായിരിക്കാം, അമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം. ഞാൻ ഇന്നാളെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എന്താ പറഞ്ഞേ? ഒരു മനുഷ്യൻ, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഈ എഴുത്തിന് ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, നമ്മൾ വിചാരിക്കാത്ത കുറേ സാധനങ്ങൾ നമ്മുടെ അടുത്തേക്ക് ഇട്ടുതരും. അങ്ങനെ ആവോ, ഇങ്ങനെ ആവോ, ഇന്ന ആളായിരിക്കും. അപ്പോൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ കിട്ടും. ശരിക്കും ഭയങ്കര ഇടങ്ങേറുള്ള പരിപാടിയായിട്ട് ഒരു പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ പണ്ടൊക്കെ നമ്മൾ പറയും പണ്ടത്തെ ആൾക്കാർ ഒരുപാട് വായിക്കലുണ്ടായിരുന്നു എന്ന്. എൻ്റെ ഒരു ഓർമ്മയിൽ എൻ്റെ ഒരു 10ാം വയസ്സിലൊക്കെ ആയിരിക്കും ചെറിയ ഫോൺ വന്നു തുടങ്ങിയത്, കുറച്ചുകൂടി പോപ്പുലറായി തുടങ്ങിയത്. ഇന്നിങ്ങനെ സ്ക്രോൾ ചെയ്യാൻ കിട്ടുമ്പോൾ ഒരു പുസ്തകം വായിക്കുന്നത് തന്നെ ഭയങ്കര വലിയ കാര്യമാണ്. അപ്പോൾ കുറേ ആൾക്കാരെയും കൊണ്ട് വായിപ്പിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. നിങ്ങൾക്കൊരു പുസ്തകമെങ്കിലും വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഇരിക്കുന്നതിൽ നിങ്ങൾ വലിയൊരു സംഭവമാണെന്ന് ഞാൻ പറയും. കാരണം അത്രയും നേരം ഫോൺ എടുത്തൊക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടല്ലോ. സോ എല്ലാവർക്കും ഈ ഒരു പുസ്തകം വായിക്കാൻ പറ്റട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇങ്ങോട്ട് വരിക, അലി സാറിൻ്റെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുക, നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കുക. നാളെ ആരെങ്കിലും വന്നിട്ട് നസീഫ് വന്നിട്ട് എന്താ സംസാരിച്ച് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓനൊരു കലന്തൻ ഹാജിൻ്റെയും കോപാൽജിൻ്റെയും അതുപോലെ തന്നെ ഒരു ബിരിയാണിൻ്റെയും കഥ പറഞ്ഞിട്ടാണ് പോയതെന്ന് പറയാലോ. ഇനി വേണമെങ്കിൽ നാളെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോഴേ ഒരു കുട്ടി വന്നിനു, ഓനൊരു കഥ പറഞ്ഞിനു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഓർക്കും പറഞ്ഞു കൊടുക്കുക. ചിലപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ ഓർക്ക് ആർക്കെങ്കിലേക്കാർ ഇന്നെ അറിയുന്നുണ്ടാവാം. എന്തായാലും ഈ വേദി പങ്കിടാൻ പറ്റിയതിൽ സന്തോഷം. ഞാൻ വന്നതും നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേട്ടിരുന്നതിന് ഞാൻ കയറി വന്നപ്പോഴുള്ള ആ ഒരു ശബ്ദമൊക്കെ കുറഞ്ഞ് ഇപ്പം ഈ ഒരു മൗനം ഇതായിട്ട് ഇത്രയും ചെവിയും ഇത്രയും കണ്ണും എനിക്ക് തന്നതിനും എൻ്റെ സന്തോഷം അറിയിക്കുന്നു. ഈ പുസ്തകം ഒരുപാട് പേര് വായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി നസീഫ്. ഏറെ പ്രമുഖരുള്ളൊരു വേദിയാണ് ഇത് എന്ന് നമ്മൾ പറഞ്ഞു.